ഇന്ത്യക്ക് നേരെ ബംഗ്ലാദേശ് നിരവധി തവണ താക്കീതുകളും വെല്ലുവിളികളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും ഇന്ത്യയുടെ മുന്നിൽ വിലപ്പോയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് യുനെസ് കുറച്ച് വാശി പിടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതും തോറ്റ് ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് ബംഗ്ലാദേശ് നിലപാടെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒക്ടോബർ 9 തൊട്ട് 13 വരെയാണ് പശ്ചിമ ബംഗാളിൽ ദുർഗാപൂജ നടക്കുന്നത്. അപ്പൊ അവരുടെ ആ പൂജയിലെ ഏറ്റവും പ്രധാനമായിട്ട് അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് ഈ മത്സ്യമാണ്, ഹിൽസ മത്സ്യമാണ്. പത്മ ഹിൽസ എന്നാണ് അതിന്റെ പേര്. അതായത് പശ്ചിമ ബംഗാളിലെ പത്മ നദി, പശ്ചിമ ബംഗാളല്ല, ബംഗ്ലാദേശിലെ പത്മ നദിയിൽ നിന്നാണ് ഈ മത്സ്യത്തെ വിളവെടുക്കുന്നത്. അപ്പൊ അതിന്റെ വേഗമായിട്ടാണ് ഈ പത്മ മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേര് വന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മത്സ്യം ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്യുന്നത്, ഇന്ത്യക്ക് നൽകുന്നത്, ദുർഗാപൂജയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് നൽകുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതിനൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വാർത്ത വലിയ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാർത്ത ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള ഒരു മന്ത്രിയാണ് ആ കാര്യം വ്യക്തമാക്കിയിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചത്. അപ്പൊ ഈ ബംഗാളികളുടെ അടുപ്പുകളിൽ ഈ ദുർഗാപൂജ സമയങ്ങളിൽ കറിയായിട്ടും വറുത്തിട്ടൊക്കെ വരുന്ന ഒരു മത്സ്യമാണ് ഈ മത്സ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷെയ്ഖ് ഹസീന ഉള്ള സമയങ്ങളിലൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേ അധികം ടൺ മത്സ്യങ്ങൾ ഈ പശ്ചിമ ബംഗാളിന് നൽകിയിരുന്നു. അതായത് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകുന്ന, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന് നൽകുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പത്മ ഹിൽസ എന്ന് പറയുന്ന ഈ ഒരു മത്സ്യം. അതാണ് ഈ യുനെസ് കഴിഞ്ഞ മാസത്തെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഹസീന പുറത്തായി. അതിനുശേഷം വന്ന ഇടക്കാല സർക്കാരിന്റെ ഒരു ഒരു തീരുമാനമായിരുന്നു ഹിൽസ നൽകണ്ട എന്ന് പറഞ്ഞിട്ട്. അതിനിപ്പോ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദിച്ചോട്ടെ, ഇടയ്ക്ക് തോന്നിയ ഒരു സംശയമാണ് ഈ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് മത്സ്യവും അതെന്താണ്? എനിക്കത് നമ്മൾ സാധാരണ ഈ ദുർഗാപൂജയ്ക്ക് 10 ദിവസം മത്സ്യമൊന്നും കഴിക്കാതെ കുട്ടികൾ വ്രതം നോറ്റിരിക്കുന്ന സമയമാണ്. അപ്പൊ അതെന്താ ഈ മത്സ്യവുമായി ബന്ധം? നമ്മുടെ ദുർഗാപൂജ എന്ന് പറയുന്നത് നവരാത്രിയാണ്. നവരാത്രിക്ക് നമ്മൾ ബുക്കുകളൊക്കെ പൂജ വയ്ക്കും, ആയുധങ്ങള് വിദ്യാരംഭം കുറിക്കുന്നതാണ് നമ്മുടെ നവരാത്രി ഒക്ടോബർ മാസങ്ങളിൽ നടത്തുന്നത്. ഇത് ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചതിന്റെ പ്രതീകമായി ഹിന്ദു മതവിശ്വാസികൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദുർഗാപൂജ. ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിൽസ മത്സ്യം, അതൊരു പ്രത്യേകതരം മത്സ്യമാണ്. ആ മത്സ്യമാണ് ഇവരുടെയൊക്കെ ഈ ആരാധനകളിൽ കറി വെക്കുന്നതും ഫ്രൈ ചെയ്തുമൊക്കെ. അതില്ലാത്ത ഒരു വീടുകളും ഇല്ല എന്നാണ്. അതൊരു വിശ്വാസത്തിന്റെ പ്രതീകം. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ മണ്ടയ്ക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി മീന് കടലിൽ നിന്ന് പിടിച്ച് മീന് കറി വെച്ച് നമ്മൾ കഴിച്ച് നിവേദ്യം അതാണ്. അമ്പലങ്ങളിൽ നമ്മൾ പോകുന്ന എങ്ങനെയാണ്? വ്രതശുദ്ധിയോടെ കുളിച്ചാൽ ശുദ്ധി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതൊരു കുളിച്ച് നല്ല വൃത്തിയോടുകൂടി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ, ശുദ്ധമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അവിടെ നമ്മൾ മത്സ്യം കഴിക്കില്ല, മാംസം കഴിക്കില്ല, ഇറച്ചി പാകം ചെയ്ത് കഴിക്കില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ പല അമ്പലങ്ങളിലും ചെല്ലുമ്പോഴാണ് നമ്മുടെ വിശ്വാസങ്ങൾ മാറുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഹിൽസ എന്ന് പറയുന്ന മത്സ്യമാണ് ഈ ബംഗാളികൾ ഈ ഒരു ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് അവരുടെ വലിയ പേര് കേട്ട ഒരു ഉത്സവമാണ് ഈ ദുർഗാപൂജ. ഈ ദുർഗാപൂജയ്ക്ക് ഹിൽസ മത്സ്യം ഇതുവരെ നൽകിയിരുന്നത് ബംഗ്ലാദേശാണ്. അപ്പോൾ ഇപ്പൊ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഇത് ചോദിക്കേണ്ട, അല്ലാതെ തന്നെ അവർ സമ്മാനമായി ആ സമയത്ത് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കും, അതായിരുന്നു പതിവ്. ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം ഇന്ത്യക്ക് പണി കൊടുക്കാം എന്ന് യുനെസ് വിചാരിച്ചു. പക്ഷേ നരേന്ദ്രമോദിയും BJP സർക്കാരും അതിൽ കൃത്യമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഈ ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ യുനെസിന് കഴിയാതെ വരികയും, ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ത്യക്ക് 3000 ടൺ ഹിൽസ മത്സ്യം നൽകാം എന്നിപ്പോ യുനെസ് ഇങ്ങോട്ട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയോട് വാശി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പം പല ലോകരാജ്യങ്ങൾക്കും ഭയമാണ്. കാരണം ഇന്ത്യ അത്രയും വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായി, ഏഷ്യൻ ഇൻഡെക്സ് റിപ്പോർട്ടാണെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതിൽ പറയുന്നത് റഷ്യയെയും അതുപോലെ തന്നെ ജപ്പാനെയും ഇന്ത്യ പിന്തള്ളിയിരിക്കുന്നു. 3ാമത്തെ ലോകശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിലൊക്കെ
പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു ശക്തിയായിട്ട് ഇന്ത്യ ഉയരുകയാണ്. മാത്രമല്ല ഈ ബംഗ്ലാദേശിന്റെ മുമ്പിൽ മാലിദ്വീപിനോട് അവർ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്, അതിന്റെ പിന്നാലെ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നു എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം ഏതെങ്കിലും രീതിയിൽ വഷളാക്കുക എന്ന് പറയുന്നത് അത്ര അവർക്ക് നല്ല ഒരു കാര്യമായിരിക്കില്ല കൊണ്ടുതരിക. മാത്രമല്ല ഇപ്പം ബംഗ്ലാദേശിലെ ഈ യൂനസ് വന്നതിന് ശേഷം വലിയ രീതിയിൽ തന്നെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി രീതിയിലുള്ള വന്നതിന് ശേഷമല്ല, യൂണിവേഴ്സ് വരുന്നതിന് വേണ്ടി വിദ്യാർത്ഥി കലാപം ഉണ്ടായ സമയത്ത് തന്നെ അവിടുത്തെ പക്ഷെ അദ്ദേഹം വന്നിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള മെച്ചം ഉണ്ടായില്ല. ഇപ്പോഴും ആ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ രീതിയിൽ പരിതാപകരമായ അവസ്ഥയിൽ തുടരുകയാണ്. അതായത് അത് മാത്രമല്ല അവിടെയുള്ള തുക മാത്രമേ പിൻവലിക്കാൻ പിൻവലിക്കാവൂ എന്ന് അവിടുത്തെ ആളുകളോട് നിർദ്ദേശം വരെ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ രാജ്യം എത്ര സാമ്പത്തിക അവശ്യ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ ഉയരുന്നു. അപ്പം ഇതിൽ പിന്നെ പറയുന്നൊരു എന്തുകൊണ്ട് ഈ ഹിൽസ മത്സ്യം ഇന്ത്യക്ക് നൽകുന്നില്ല എന്ന് പറയുന്നത്, നേരത്തെ അവർ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം വലിയ രീതിയിലുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സ്യം നൽകാത്തത്. അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മത്സ്യത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നൽകുന്നില്ല. പിന്നെ പാരിസ്ഥിതികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് നേരത്തെ ഉപദേശകയായിട്ടുള്ള ഫിഷറീസ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഉപദേശക ഫരീദ അക്തറാണ് ഈ ഞങ്ങൾ നൽകുന്നില്ല, കയറ്റുമതി നിർത്തിയിരിക്കുന്നു എന്ന വാർത്ത കുറച്ച് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ യൂനസ് പറയുന്നു അങ്ങനെയല്ല, 3000 ടൺ നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ഇന്ത്യ വിരുദ്ധ വികാരം എത്ര തന്നെ ബംഗ്ലാദേശിനുണ്ടെങ്കിലും ഇന്ത്യയെ ആശ്രയിക്കാതെ ബംഗ്ലാദേശിന് നിലനിൽപ്പ് സാധ്യതയില്ല. കാരണം അവിടുത്തെ വളരെ വളരെ പല മികച്ച ബിസിനസ്സുകളിലും ഇന്ത്യയുടെ പങ്കാളിത്തമുള്ള ബിസിനസ്സുകളുണ്ട്. അതെല്ലാം ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിർത്തുകയാണെങ്കിൽ അവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായി തന്നെ ഉണ്ടാവും. ഇത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുകയും ചെയ്തു. അത് ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയായിരിക്കും യൂനസ് ഈ തിരിച്ചൊരു ചിന്ത. മാൽഡീവ്സിന്റെ കാര്യം കൂടി നമ്മൾ എടുത്ത് പറയണമെന്നുണ്ട്. മാൽഡീവ്സ് ഇന്ത്യയോട് സ്വീകരിച്ച ഒരു നിലപാടും പിന്നീട് തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടും കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു രഹസ്യമായ നിരീക്ഷണവും ഒരു നയതന്ത്ര മികവും ഒക്കെ ബംഗ്ലാദേശിന്റെ മേൽ കാര്യമായി തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബംഗ്ലാദേശിന് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. യൂനസ് ഇപ്പൊ അമേരിക്കയോട്, ഇപ്പൊ ഇന്നലെ തന്നെ നമ്മളൊരു വാർത്ത എടുത്തു, ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാനായി യൂനസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ പ്രതിനിധിയെ തന്നെ മുന്നിലിരുത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയെ പറഞ്ഞു വിടാൻ ചിലർ കളിച്ച തന്ത്രങ്ങൾ അത് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 യുവാക്കളെയും ഒരു യുവതിയും സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് ബിൽ ക്ലിന്റൺ ഇരുന്ന വേദിയിൽ തന്നെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ യൂനസും പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് നിന്നുകൊണ്ട്, യൂനസ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യക്ക് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഇവരെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പണി തരാൻ ചിന്തിക്കുന്നതിന് മുന്നേ ഞങ്ങൾ നിങ്ങൾക്ക് പണി തന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുക എന്നാണ് ഇന്ത്യ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ദുർഗാപൂജ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ വലിയ ഫംഗ്ഷനാണ്. ഈ ദുർഗാപൂജയ്ക്കൊക്കെയാണ് പല തരത്തിലുള്ള ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ്. കാരണം ദുർഗാദേവിയുടെ ഒരു പ്രത്യേക ഭാവമാണത്. ആ ഭാവത്തിലുള്ള ദുർഗാദേവിയൊക്കെ നല്ല രസമാണത് കാണാനൊക്കെ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ആ വിഗ്രഹങ്ങളൊക്കെ എത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതും ആഘോഷങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അത്രത്തോളം ഇന്ത്യ പ്രത്യേകിച്ച് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അവരുടെ ആ ഉത്സവങ്ങൾക്ക് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യമായ ഹിൽസ നൽകില്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞാൽ അതെങ്ങനെ അവരിൽ നിന്ന് വാങ്ങണം എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. മാലിദ്വീപ് ഇപ്പോൾ ഇന്ത്യയുടെ കാല് പിടിച്ചു വരുന്നുണ്ട്. ചൈനയുമായി മാലിദ്വീപ് ആദ്യം വലിയ സൗഹൃദം കാണിച്ചു. ഞങ്ങൾക്ക് ഇന്ത്യയെ വേണ്ട, തൽക്കാലം ഇന്ത്യയുടെ സൗഹൃദമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സാധാരണ ഈ മാലിദ്വീപിൽ ഒരു പ്രസിഡന്റ് അധികാരത്തിലേറിയാൽ ആദ്യം വന്ന് ഇന്ത്യയിൽ സൗഹൃദം സ്ഥാപിക്കും. ഇപ്പോൾ ചൈനയുമായാണ് കൂട്ടുകൂടിയത്. പിന്നീട് മാലിദ്വീപിന് മനസ്സിലായി ചൈന നമ്മുടെ കൂടെ കൂടിയാൽ ചതിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പിന്നെ ഇന്ത്യ അപ്പോൾ മാലിദ്വീപ് അകന്നപ്പോൾ ഇന്ത്യ പണി കൊടുത്തു. തൽക്കാലം മാലിദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ പോകണ്ട, അവരോട് ആകെ ഒരൊറ്റ സെൽഫി. അതെ, ലക്ഷദ്വീപിൽ ഒറ്റ സെൽഫി ഇട്ടപ്പോൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ലക്ഷദ്വീപ് വലിയ സാമ്പത്തികമായി ഉയർന്നു. അപ്പോൾ മാലിദ്വീപിലേക്ക് ആരും പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകളുടെ വരവാണ്. അപ്പോൾ അത്
അതില്ലാതായതോടുകൂടി ഇപ്പൊ മാലിദ്വീപിലെ പ്രസിഡന്റ് പറയുകയാണ്, ഞാൻ മോദിയുടെ കാല് പിടിക്കാം, എനിക്ക് മോദിയെ കാണാനുള്ള ഒരു സമയം തരണം, ദിവസം തരണം, നമുക്ക് സംസാരിക്കാം. അതെ, ഈ മോദിക്കെതിരെ ഇന്ത്യക്കെതിരെ സംസാരിച്ച മന്ത്രിമാരെ പുറത്താക്കുന്നു. അപ്പോ അത്തരത്തിൽ ഒരു വലിയ കാര്യങ്ങൾ മോദി എന്ന് പറയുന്ന ആ നയതന്ത്രജ്ഞനെ കൊണ്ട്, നയതന്ത്ര കാര്യങ്ങൾ മെനയുന്ന ആളെ കൊണ്ട് കഴിയുമെങ്കിൽ യൂനസ് ഒന്നും മോദിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് നമുക്കൊരു ഇപ്പൊ ഇതൊരു വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു പത്മ ഹിൽസ എന്ന് പറയുന്ന ഈ ഒരു മത്സ്യം നേരത്തെ 2012 കാലഘട്ടത്തിൽ 2012-18 കാലഘട്ടത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ടീസ്റ്റ നദീജലം പങ്കിടുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഈ മത്സ്യം അന്ന് കയറ്റുമതിയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അന്ന് വലിയ രീതിയിലുള്ള വില ഈ മത്സ്യത്തിന് മാർക്കറ്റിൽ, പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്നത്. അതായത് 2000 രൂപയോളം ഈ മത്സ്യത്തിന് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അതായത് 1800 ഠാക്കയാണ്, ബംഗ്ലാദേശി ഠാക്കയാണ് ഈ മത്സ്യത്തിന് അവിടെയുള്ള അതിൻ്റെ ഒരു വില. അത് ഇന്ത്യയിൽ നോക്കുന്ന പറയുന്നത് ഏകദേശം 2000 രൂപയോളം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ദുർഗാപൂജ സന്തോഷപൂർവ്വം പശ്ചിമ ബംഗാളുകാർക്ക് ആഘോഷിക്കാം. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം ഹിൽസ അവിടെ എത്തും. കറി വെച്ചും വറുത്തും ഒക്കെ അവർക്ക് കഴിക്കാം. ഈ മത്സ്യം ഉണ്ടല്ലോ ഭയങ്കര രസകരമായിട്ടുള്ള, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം വർദ്ധിക്കും തോറും രുചി ഏറുന്ന ഒരു മത്സ്യമാണ് ഈ ഹിൽസ മത്സ്യം എന്ന് പറയുന്നത്. ഗൗതം ഇതിനു മുമ്പ് ഈ പേര് കേട്ടിട്ടുണ്ടോ? ഹിൽസ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. ചേച്ചിയോ? ഇല്ല ഞാനും കേട്ടില്ല. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മത്സ്യം നമ്മൾ കാണുമ്പോ ഒരു മത്തിയുടെ ഒക്കെ ഒരു ഷേപ്പായിട്ട് അതിന്റെ ചിത്രം കാണുമ്പോൾ നമുക്ക് മത്തിയൊക്കെ മത്തി. അതെ, പക്ഷെ അതൊരു പുതിയ അറിവും കൂടിയാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. അവരെ ഹിൽസ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയായിരിക്കും. എന്നാലും അതൊരു ഹിൽസ മത്സ്യം ഇങ്ങനെ ബംഗാളികൾ ദുർഗാപൂജയ്ക്ക് ആഘോഷിക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ ആഘോഷങ്ങളിൽ ഇതൊരു പ്രധാന വിഭവമാണെന്ന് നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ദുർഗാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതെ.